2 മാസത്തോളമായിട്ട് നമുക്ക് അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഴയത്ത് നമ്മൾ സാധാരണ ഓപ്പൺ ഫീൽഡിലാണ് കൃഷി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തക്കാളി മറ്റുള്ള പച്ചക്കറികളൊന്നും ഇത്ര തന്നെ വിളവ് ഒരിക്കലും ഉണ്ടാവില്ല. അതിശക്തമായ മഴയിൽ നമ്മൾ പൂങ്കായൊക്കെ കൊഴിഞ്ഞു പോയി ഇത്ര റിസൾട്ട് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല. അപ്പോൾ ഇത് അക്വപോണിക്സ് ആയത് കാരണം തന്നെ ഇതിൽ നമുക്ക് മഴമറ അനിവാര്യമാണ്. അപ്പോൾ മഴമറ ഉണ്ടായതുകൊണ്ടാണ് ഇത്രക്കും ശക്തമായിട്ടുള്ള മഴയത്തും നമുക്ക് ഈ ഒരു വിളവ് കിട്ടാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാമെന്നുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ പറഞ്ഞതാണെങ്കിലും കൂടിയിട്ട് ഇത് അതിനുള്ളൊരു കൃത്യമായിട്ടൊരു തെളിവാണ്. ഏത് ശക്തമായ മഴയാണെന്നുണ്ടെങ്കിലും ചൂടാണെന്നുണ്ടെങ്കിലും കാലാവസ്ഥക്കനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മത്സ്യത്തിനെ വളർത്തുന്നുണ്ട്. നമ്മൾ മത്സ്യം വളർത്തുന്നത് തന്നെ നമുക്ക് മറ്റുള്ള വളപ്രയോഗങ്ങളൊന്നും ആവശ്യമില്ല. മത്സ്യത്തിനുള്ള ഫീഡിങ് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ഫീഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്ഥിരമായിട്ട് ഡെയിലി വന്ന് ഫീഡിങ് ചെയ്യണമെന്നില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ആഴ്ചയിൽ പിന്നെ ഒരു ദിവസം നമ്മൾ വന്ന് ഫില്ല് ചെയ്താൽ മതി. ബാക്കിയുള്ള